ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നിട്ടുണ്ട്. മദ്രസയിൽ രാമനാമം ഉയരുക. ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ വേദിയൊരുങ്ങുക. മദ്രസയില ഏത് AK-47 എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസയില. അയ്യോ, ഒരു ഹിന്ദു സഹോദരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വേണ്ടി മദ്രസ വെച്ചെന്നാ സത്യമാണ് ചേച്ചി പറയുന്നത്. എന്നിട്ട് അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. പക്ഷെ കണ്ണ് തുറന്ന് അത് കാണണം. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അയ്യോ ചേച്ചി, ഞങ്ങള് കണ്ണ് തുറക്കാതെ തന്നെ നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ നാട്ടിൽ ക്ഷേത്ര കമ്മിറ്റി ഉത്സവം നടത്തിയിട്ട് ബാക്കി വന്ന പൈസ കൊണ്ട് മുസൽമാന്റെ കടം തീർത്തു കൊടുത്തതും, പള്ളി കമ്മിറ്റി കൂടി ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുത്തതും, പള്ളിയും ക്ഷേത്രവും ചേർന്നിട്ട് വൃക്കരോഗിക്ക് ചികിത്സക്കുള്ള പണം സമാഹരിച്ചു കൊടുത്തൊക്കെ ഞങ്ങൾ കണ്ണ് ഇങ്ങനെ തുറക്കാതെ തന്നെ നോർമലായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രെച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ സാധാരണഗതിയിൽ ചേച്ചിയുടെ താല്പര്യം അങ്ങനെ അല്ലായിരുന്നു. ഇതുവരെ ഞങ്ങൾ കർമ്മ ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ എന്താ അറിയോ, കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൊച്ചി TV ഒക്കെ കാണത്തില്ലേ, കൊച്ചി TV, അതുപോലെയാണ് ഞങ്ങൾ കർമ്മ ന്യൂസ്, ജനൻ TV ഒക്കെ കാണുന്നത്. കാരണം അതിനകത്ത് ഒരു സത്യമില്ല. ഈ പറയപ്പെട്ടതുപോലെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കൗതുകപ്പെടുത്തുന്ന ചിരി പടർത്തുന്ന സംഗതി മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാഥാർത്ഥ്യമൊന്നുമില്ല. പൊതുവെ മതവിരുദ്ധത പരത്തുന്ന ന്യൂസ് റീഡർ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ. അതായത് ഈ ചേച്ചിനെ കുറിച്ച് മതവിരുദ്ധത പടർത്തുന്ന ഒരു ന്യൂസ് റീഡർ എന്നാണ്. ആരാടാ അങ്ങനെ പറഞ്ഞത്? ഇത്രയും പാവപ്പെട്ട ഒരു ചേച്ചി കേരളത്തിൽ വേറെയുണ്ട്. എപ്പോഴും സൗഹാർദ്ദത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഇതുപോലെ ഇത്രയും ഒരു നന്മ മരം ന്യൂസ് റീഡർ ലോകത്ത് വേറെ എവിടെ ഉണ്ടാകത്തില്ല. വാ തുറന്നാൽ പള്ളി, മദ്രസ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പർദ, ഹിജാബ്, ഇതല്ലാതെ ചേച്ചി ഇതുവരെ ഉറക്കത്തിൽ നിന്നിരിക്കുമ്പോൾ തന്നെ ഇന്ന് മുസൽമാൻ്റെ നേരെ എന്ത് തൊടുത്തുവിടാമെന്ന് ആലോചിച്ച് ജീവിക്കുന്ന ഉറക്കത്തിലും ഉണർവിലും ഒക്കെ അവരെ ന്യൂസ് കണ്ട, ഈ വർമ്മ ന്യൂസ് കണ്ടാൽ മതി. ആ ആളിപ്പോൾ പറയണേ അവരെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ചെന്ന്. എനിക്ക് കണ്ടപ്പോൾ ഏതാണെന്നറിയോ, ഈ അവിഹിതത്തിന് പോയ ആള് കൂടെ ഉണ്ടായിരുന്ന ആടൊക്കെ പറഞ്ഞു എനിക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഭർത്താവിന് ഭയങ്കര സംശയരോഗമാണ് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയെ ചേച്ചി പറഞ്ഞു. കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയാൻ യാതൊരു മടിയുമില്ല. അത്തരം സന്തോഷം. മടിയൊന്നുമില്ലല്ലേ? ഓക്കെ, അറിഞ്ഞാൽ മതി. മടിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രെച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം. ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യ സ്നേഹികളും. മദ്രസയിലെ മനുഷ്യ സ്നേഹികളും. സാധാരണ മദ്രസ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിക്കാറുള്ള വേറൊരു പേരാണ്. എന്നിരുന്നാലും വലിയ സന്തോഷം എന്തറിയോ, നിങ്ങൾക്ക് ഇന്നെങ്കിലും മുസൽമാന്മാരെ കുറിച്ച് ഒരു നന്മയെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് ആ മതത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടതിൻ്റെ പേരിലും ആ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ അടയാളം നിങ്ങൾക്കിപ്പോൾ ബോധ്യമില്ലേ? ഇല്ലേ? 99% മുസ്ലിമീങ്ങളും മോശപ്പെട്ടവരും തീവ്രവാദികളാണെന്ന് വിചാരിക്കുക. 1% നല്ല ഉണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അതാണ്. കുമാരനല്ലൂർ ഇർഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത എട്ടാനൊന്നും ഇല്ലെന്ന്. പ്രളയകാലത്ത് എന്തായിരുന്നു? നമ്മുടെ 2018 പ്രളയകാലത്ത് എന്ത് സംഭവിച്ചു? എത്രയോ സ്ത്രീകൾ മുസ്ലിം പള്ളിയുടെ അകത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണവും മറ്റുള്ള സാധനങ്ങളും ഒക്കെ. അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൽ ഇതെല്ലാം മുസ്ലിം. കേരളത്തിലെ മൊത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ആതുര സേവന രംഗത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതാരാ? മുസ്ലിങ്ങളല്ലേ? തർക്കമുണ്ടാ? ഇതിപ്പോൾ അത്ഭുതപ്പെടാനും മാത്രം ഒന്നുമില്ല. ഈ ചേച്ചിക്ക് അത്ഭുതം വന്നത് കാരണം ചേച്ചിക്ക് ഇത് ആത്മാർത്ഥമായിട്ട് കൊടുത്ത വാർത്തയല്ലത്. ചേച്ചി ഇത് വാർത്തയാക്കിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ 99% മുൻനിര മാധ്യമങ്ങൾ വാർത്തയാക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ അവഗണിക്കുമെന്ന് കണ്ടുകൊണ്ട് നിങ്ങളിത് കൊടുക്കുന്നതാ. അല്ലാതെ നിങ്ങൾക്ക് മുസൽമാന്മാരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ച വാർത്ത വെച്ച് നോക്കുമ്പോൾ ഈ വാർത്ത ഒരു തരത്തിലും പരിഗണന അർഹിക്കുന്നതേ അല്ല. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ പല്ല് നിർമ്മും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, എന്തിനാ ഇതൊക്കെ പറയുന്നത് പോയി. അതാണ് സംഭവിക്കുക. ഞങ്ങളുടെ ഈ കേരളത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും ഒക്കെ ഇങ്ങനെയൊക്കെ പാരസ്പര്യത്തോട് ജീവിക്കുന്നവരാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവിടുത്തെ ദുരന്തങ്ങളിലൊക്കെ നോക്കിയാൽ മതി. അവിടെയൊക്കെ മുസ്ലിം സാന്നിധ്യം എത്ര വലുതായിരുന്നു എന്നും. PSC പരീക്ഷ നടക്കുന്ന സമയത്ത് അവിടെ വെയിറ്റിങ്ങിലായിട്ട് നിൽക്കുന്ന എത്രയോ മനുഷ്യർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ പള്ളി ജമാഅത്ത് കമ്മിറ്റികൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം. എത്ര വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ചേച്ചിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഞെട്ടലായിപ്പോയി. ഞെട്ടാനും മാത്രം ഒന്നുമില്ലത്.
ഉയരുന്ന നാമജപത്തിനിടയിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം നാമജപം സഹോദരങ്ങളും. ഉയർന്നപ്പോഴേ ഈ AK-47 ബാല്യകാലത്ത് പഠിപ്പിക്കുന്ന മദ്രസയിൽ നിന്ന് ആരെങ്കിലും വന്ന് തടഞ്ഞായിരുന്നു? ഇല്ലല്ലേ? അവിടെ നാമജപം നടന്നു, കീർത്തനങ്ങൾ നടന്നു, അല്ലേ? അന്ത്യോപചാരങ്ങൾക്കുള്ള മന്ത്രങ്ങൾ നടന്നു. ആരെങ്കിലും തടഞ്ഞു? ഇല്ലൊക്കെ മദ്രസ വെച്ചാണെന്നത്. അള്ളാഹു അക്ബർ കേൾക്കുമ്പോൾ എന്തൊരു ചൊറിച്ചിലായിരുന്നു, ചൊറിയലോട്. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളാതിരിക്കലാണ് പരമാവധി. മുസ്ലിം സഹോദരങ്ങളും ഖുർആൻ പഠിപ്പിക്കുന്ന ഇടമാണ്. അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി. അത് വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ്. ഒരുപാട് നാളുകളായി പഴയ മദ്രസയുടെ അടുത്തായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബത്തിനരികിൽ എന്നും ഉണ്ടായിരുന്നു ആ മദ്രസയിലെ അംഗങ്ങളുടെ സ്നേഹം. പ്രധാന മസ്ജിദിലെ സ്ഥല സൗകര്യക്കുറവ് മൂലം മദ്രസയുടെ പ്രവർത്തനം നടക്കുന്ന ഇടയാടി സ്കൂൾ റോഡിലുള്ള മക്ക മസ്ജിദിന്റെ കെട്ടിടത്തിന്റെ എതിർവശത്തെ ഇടവഴിയിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. ഒരു മാസമായി ഓമന എന്ന ഈ കുടുംബത്തിലെ ഗൃഹനാഥ അസുഖബാധിതയായ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തിന്റെ ദുഃഖത്തിനൊപ്പം അമ്മയുടെ മൃതദേഹം എവിടെ വെക്കുമെന്നോർത്ത് മകൾ ജ്യോതികയും ഭർത്താവ് രാജേന്ദ്രനും അങ്കലാപ്പിലായിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ മാത്രം പറ്റുന്ന ഒരു ഇനി നിങ്ങൾ പോയി ആരിഫ് ഹുസൈനെ മറ്റേ പ്രസംഗമില്ലേ, അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അവിശ്വാസിയുടെ വെളിച്ചം പോലും മുസൽമാന്റെ വീട്ടിലോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്ന പ്രസംഗമില്ലേ, അതൊക്കെ പോയിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഉൾപ്പുളകം കൊള്ളുക. പോയിച്ചു വരട്ടെ. ഇത് നമ്മളെ കർമ്മ ന്യൂസാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ആളുകൾ നല്ല പക്ക വർഗീയം മാത്രം പറയുള്ളൂ. വർഗീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിച്ചാൽ ഞാൻ പൊട്ടുന്ന ടൈപ്പിലാണ് പറയാം. അവർക്ക് എന്തേ പറ്റി? കർമ്മ ന്യൂസിനും ഈ ന്യൂസ് വായിക്കുന്ന ഇവളും ഭയങ്കരമായി വർഗീയത മാത്രം പറയുന്ന മുസ്ലിങ്ങളെ കണ്ണെടുത്ത് കൊടുത്ത് കണ്ടുകൂടാ. അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇവർക്ക് എന്തേ പറ്റി? ഒരു അന്ത്യകർമ്മത്തിന് അതൊക്കെ സ്വാഭാവികമാണ്. മദ്രസ നമുക്ക് നിൽക്കുകയാണെങ്കിൽ എന്തായാലും മദ്രസയിൽ ഇനിയിപ്പോൾ ഈ രാമായണം വായിച്ചാലും ഗീത വായിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല. അവിടെ ഖുർആൻ ഓതാം. അത് ശുദ്ധിയുള്ള സ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അശുദ്ധി എന്തെങ്കിലും ആയിക്കാണെങ്കിൽ തന്നെ അവിടെ കഴിയാലങ്ങ് നന്നാവും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും മുസ്ലിങ്ങൾക്കില്ല. ഇനിയിപ്പം ഒരു ഖബർസ്ഥാനിയിൽ ഒരു ഹിന്ദുവിൻ്റെ ശവം കൊണ്ടുവച്ചിട്ടും ഒരു പ്രശ്നം അവിടെ ഇല്ല, അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ മറ്റ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു അന്തിമുട്ടി ഒരാൾ മരണപ്പെട്ടിട്ട്, ഒരു ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അന്യമതത്തിൽ ഏത് ആളുകളാവട്ടെ, അന്തിമുട്ടി അത് ശവം ചീഞ്ഞു പോകും എന്നുണ്ടെങ്കിൽ, മണക്കും എന്നുണ്ടെങ്കിൽ അത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കും. പക്ഷെ മറ്റു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ സംവിധാനത്തിലൂടെ തന്നെ പോകും, അതിൽ പ്രശ്നമില്ല. അപ്പോൾ ഇസ്ലാമിൽ അത്രയൊക്കെയാണ് കാഴ്ചപ്പാടുള്ളത്. ബോഡി ചീഞ്ഞ് മണക്കുന്നുണ്ടെങ്കിൽ അത് പള്ളിത്തൊടിയൊന്നും പ്രശ്നമില്ല, അതൊന്നും വലിയ കാര്യമല്ല. ഇപ്പോൾ ഇതിനെക്കാളും വലിയ കാര്യങ്ങൾ ഇസ്ലാമിൽ എത്ര കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഇതൊന്നും ഈ സ്ത്രീ കണ്ടിട്ടുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇതൊന്നും ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്. ഇതിപ്പോൾ മദ്രസയിലാവട്ടെ ഒരു ഹിന്ദുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിച്ചെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. ഞങ്ങൾക്കതൊന്നുമില്ല. ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളുള്ള ആളുകളല്ല. അതുകൊണ്ട് വർഗീയത എന്താണ് എന്ന് ഇത്തരം ആളുകൾ പഠിക്കുക. ഏതായാലും ഇതെങ്കിലും വലിയ ആനക്കാരിയായിട്ട് പറഞ്ഞല്ലോ, വളരെ സന്തോഷം.